വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിൽ വിവിധയിടങ്ങളിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ. വനപാലകർ എത്തി തിരച്ചിൽ തുടങ്ങി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ കരടിയുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ എങ്ങനെയാണ്? പ്രവിത, ഈ CCTV ദൃശ്യം എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി കരടി എത്തിയതിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. വള്ളിയൂർക്കാവ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ കരടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. ഇന്ന് രാത്രി, അതായത് അല്പസമയം മുമ്പ് വരെ കരടിയെ പല ഭാഗങ്ങളിലും കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രദേശത്താകെ വനംവകുപ്പ് തെരച്ചിൽ നടത്തുകയാണ്. ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. വള്ളിയൂർക്കാവ് റോഡിലെ ചെറ്റപ്പാലം ബൈപ്പാസ്, അതോടൊപ്പം തന്നെ ജംഗ്ഷൻ, മൈത്രി നഗർ, ഡിലേനി ഭവൻ, അടിവാരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്താകെ ഭീതി പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മേഖലയിൽ തിരച്ചിൽ ഇപ്പോൾ വനപാലകരുടെ നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും പുരോഗമിക്കുകയാണ്. ആളുകളോട് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ കരടി ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ആരും അനാവശ്യ കാര്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങരുത്, അത് തിരച്ചിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രവിത. സുർജിത്ത്, വയനാട്ടിൽ നിന്ന് തുടർച്ചയായി ഇത്തരം വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശമാണോ? എന്താണ് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത? ഇതെല്ലാം തന്നെ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഈ വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. പ്രത്യേകിച്ച് മാനന്തവാടി നഗരത്തിന്റെ തൊട്ട് താഴെയായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത്. വയലുകളാണ് കൂടുതലുമുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലായി തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. കടുവയായും കാട്ടുപോത്തായും അതോടൊപ്പം തന്നെ ആനയായും എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ പനമരത്ത് ആനയുടെ പ്രശ്നമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കരടിയാണ്. ഇതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഈ പാടിച്ചിറ അടക്കമുള്ള പുൽപ്പള്ളിയുടെ പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൊളകപ്പാറ, ചൂരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങിയിരുന്നു. ഒപ്പം തന്നെ വാഗേരിക്ക് ചുറ്റുമുള്ള പ്രദേശം, മൂടക്കൊല്ലി അടക്കമുള്ള പ്രദേശത്ത് ഈ ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇത് ഒന്നിനു പിറകെ ഒന്നായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വലിയ അളവിലുള്ള ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. വനംവകുപ്പിനും ഇത് ഒരു രക്ഷയില്ലാ കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വനംവകുപ്പും തികഞ്ഞ ജാഗ്രതയിൽ നിൽക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. പലയിടത്തും കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമാണ് കൂട് സ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ ഈ ചൂരിമലയിൽ കൂട് സ്ഥാപിച്ചിട്ട് ഈ വാഗേരി മൂടക്കൊല്ലിയിൽ പന്നിഫാമിലെത്തി 25ഓളം പന്നികളെയാണ് കടുവ 3 ഘട്ടങ്ങളിലായി കടുവ കൊന്നത്. അവിടെയും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രജീഷ് എന്ന ക്ഷീരകർഷകന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും എല്ലാം തന്നെ ഉടലെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വനംവകുപ്പിനെതിരെ പ്രതിഷേധവും വരുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരും തികഞ്ഞ ജാഗ്രത പുലർത്തുന്ന ഘട്ടമാണ് ഇപ്പോൾ. കാരണം അത്രമാത്രം വന്യമൃഗശല്യം വയനാട്ടിൽ കൂടി വരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഇപ്പൊ എന്തായാലും വള്ളിയൂർക്കാവ് മേഖലയിൽ ആ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഈ കരടിക്കായി തെരച്ചിൽ നടത്തുകയാണ്. പ്രവിത. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.